ആണ് പ്രേക്ഷകർ കൊണ്ടുപോകുന്നത്. ഗവർണർ അവിടെ എത്തി ഹാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കർ എൻ ഷംസീറും ചേർന്ന് സ്വീകരിച്ചിരിക്കുന്നു. ബൊക്കെ നൽകി ഇരുവരും ഗവർണറെ സ്വീകരിച്ചിരിക്കുന്നു. ഗവർണർ നിയമസഭയ്ക്കുള്ളിലേക്ക് പോവുകയാണ്. ബി ബി അരുൺ ചേർന്നാരും തുടരാം. ഗവർണർ നിയമസഭയ്ക്കുള്ളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എൻ ഷംസീറും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനു മുമ്പ് ഗവർണർക്ക് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നിയമസഭയ്ക്ക് മുന്നിൽ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എൻ ഷംസീറും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ബൊക്കെ നൽകി മുഖ്യമന്ത്രി ബൊക്കെ കൈമാറി. അപ്പോഴും ഒരു ഊഷ്മളമായ സൗഹൃദ നിമിഷങ്ങളൊന്നും അതിലുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടാണോ ഗവർണറെ മുഖ്യമന്ത്രി സ്വീകരിച്ചതിൻ്റെ കാര്യത്തിലൊന്നും വ്യക്തതയില്ല. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത് മുഖ്യമന്ത്രി ബൊക്കെ കൈമാറുന്നു. അതിനപ്പുറത്തേക്ക് ഒരു സൗഹൃദ സംഭാഷണമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നു തന്നെയാണ്. അതായത് നേതാക്കൾ തമ്മിലുള്ള വൈരത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി ബൊക്കെ നൽകുന്നുണ്ട്. ഗവർണർ ബൊക്കെ വാങ്ങി അകത്തേക്ക് കടന്നു പോകുന്നു. ഒരു സൗഹൃദ സംഭാഷണമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വിവരങ്ങൾ, കൃത്യമായ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യങ്ങളിലേക്ക് പോകാനാകുമെന്ന് കരുതുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാഴ്ചകളിലൂടെയാണ്, രാഷ്ട്രീയ നിമിഷങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള അത്യസാധാരണമായ പോര്, അത് വ്യക്തിപരമായി പോലും നേതാക്കൾ തമ്മിലുള്ള, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വൈരമായി മാറുന്നു, വിദ്വേഷമായി മാറുന്നു. അത് നേരിട്ട് കാണുമ്പോൾ പോലും ആ രീതിയിൽ അഭിവാദ്യവും പ്രത്യഭിവാദ്യവും ഇല്ലാതെ നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നു, മുഖം തിരിച്ചു മാറുന്ന അസാധാരണ രാഷ്ട്രീയ സാഹചര്യം. അതിൻ്റെ പാരമ്യത്തിലാണ് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിലെത്തിയത്. അദ്ദേഹത്തെ അവിടെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് സ്വീകരിച്ചു. അപ്പോഴും അവർ തമ്മിലുള്ള ഈ ബന്ധത്തിന്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിപരമായ ബന്ധം ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്കിപ്പോഴും ലഭിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്, കൃത്യമായ വിവരങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം പോകാം. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ ഒരു ബൊക്കെ കൈമാറുക എന്ന തികച്ചും നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഒരു നീക്കത്തിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള സൗഹൃദ സംഭാഷണവും അല്ലെങ്കിൽ സൗഹൃദ നിമിഷങ്ങളും ഈ കൂടിക്കാഴ്ചയിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. ഏതായാലും അല്പസമയത്തിനകം നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. ഗവർണർ നിയമസഭയ്ക്കുള്ളിലേക്ക് കടന്നു വരികയാണ്. മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യ മന്ത്രിയും അടക്കമുള്ളവർ അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കും. ഗവർണർ